അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കുട്ടി ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു കൂടിയാട്ടം സംബന്ധിച്ചുള്ള ഒരു റിസർച്ചിൻ്റെ പേപ്പറിന് വേണ്ടിയിട്ട് ഒന്ന് ഷൊർണൂർ വരെ പോയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് യാത്രയായിരുന്നു. പക്ഷേ ആകസ്മികമായിട്ട് ഞാൻ കലാമണ്ഡലത്തിലാണ് എത്തിച്ചേർന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. നമ്മളിവിടുന്ന് രാവിലെ ഷൊർണൂർക്കുള്ള ട്രെയിൻ കയറി. 9 മണിക്കായിരുന്നു ട്രെയിൻ വന്നിട്ട്. നമ്മൾ അവിടെ ഒരു 11:30, 12 o'clock ഒക്കെ ആയപ്പോഴേക്കും എത്തിയായിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ പ്ലാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ അവിടെ ചെന്നിറങ്ങുക, അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റിഫ്രഷ് ആയതിനു ശേഷം അവിടെ നിന്ന് അടുത്താണ് വരിക്കാശ്ശേരി മന, അവിടെ ചെല്ലുക, ഒരു വിസിറ്റൊക്കെ നടത്തിയിട്ട് പോരാം എന്നുള്ള പ്ലാനിൽ നിൽക്കുമായിരുന്നു. പക്ഷേ ഈ പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലെ ഞാൻ ചെന്ന ആ ഒരു ദിവസം ഭയങ്കര ചൂടായിരുന്നു. അന്ന് ഷൊർണൂരിലെ ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തിയൊരു ദിവസമായിരുന്നു. അതും പോരാഞ്ഞ് ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ നട്ടുച്ചയുമായിരുന്നു. ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴേക്കും ഷൂട്ടിംഗ് പേർപ്പസ് കൊണ്ട് വരിക്കാശ്ശേരി മന ക്ലോസ്ഡ് ആണ് എന്നുള്ളതാണ് കണ്ടത്. സോ ഫുൾ പ്ലാൻ ഫ്ലോപ്പായി. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു കൂടെ തന്നെ റിസർച്ച് ചെയ്യുന്നൊരു സാർ അവിടെ ഉണ്ട്. സാറിനെ കോൺടാക്ട് ചെയ്തു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ദുരിതത്തിലാണെന്ന് പറഞ്ഞപ്പോൾ സാർ ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റ് നടന്നത്. കാരണം സാറിൻ്റെ വൈഫ് വന്നിട്ട് വർക്ക് ചെയ്യുന്ന കലാമണ്ഡലത്തിലെ ടീച്ചറായിട്ടാണ്. സോ അവർ താമസിക്കുന്നത് കലാമണ്ഡലത്തിൻ്റെ തന്നെ ക്വാർട്ടേഴ്സിലായിരുന്നു. സോ ഞങ്ങൾ അവിടെയാണ് പോയത്. സോ ഞങ്ങൾ അവിടെ ചെന്നു, ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊന്ന് വരിക്കാശ്ശേരി മന വരെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് കവളപ്പാറ പാലസിലാണ് വന്നത്. അതാണ് നിങ്ങളെ കാണുന്നത്. നമ്മളുടെ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ എക്സിറ്റ് മൂവിയിൽ ഈ ഒരു പാലസ് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് എൻട്രി അലൗഡ് അല്ല. കാരണം ഇത് ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ളൊരു കെട്ടിടമാണ്. അപ്പം നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. പിന്നെ എന്തൊക്കെയോ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെ അങ്ങോട്ട് എൻട്രി അലൗഡ് അല്ല. അപ്പോൾ അധികം നേരം നമ്മളവിടെ നിന്ന് സമയം കളയണ്ടെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നായിരുന്നു. കലാമണ്ഡലത്തിലേക്ക് എത്തി ഞങ്ങളവിടെ. അപ്പോൾ ഞങ്ങൾക്ക് കലാമണ്ഡലം കാണാം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി കലാമണ്ഡലം കാണാൻ കയറിയായിരുന്നു. അപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും തന്നെ അവിടെ ഇല്ല, കളരികളൊന്നും വർക്കിംഗ് അല്ല. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കളരി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഏതെങ്കിലും ആർട്ട് ഫോംസ് ഒക്കെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ അവിടെ കഥകളി, കൂടിയാട്ടം, ഭരതനാട്യം, മോഹിനിയാട്ടം ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കളരിയാണ് ഈ കാണുന്നത്. ഇത് മറ്റേ നമ്മുടെ പൈതൃകമായിട്ടുള്ള രീതിയിലാണ് പണിത് വെച്ചിരിക്കുന്നത്. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് കാണാനൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒട്ടും തന്നെ ചൂട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ആ ഒരു ക്ലൈമറ്റിലും, ഭയങ്കര ചൂടുള്ള ആ ഒരു ക്ലൈമറ്റിലും ഭയങ്കര കാം ആൻഡ് കൂളായിട്ടാണ് അതിൻ്റെ അണ്ടറിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ തൂണുകളായിട്ട് വെച്ചിരിക്കുന്നതും ഓരോ മരങ്ങളാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഓരോ മരങ്ങൾ അതുപോലെ തന്നെ ചെത്തി എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് അത് സ്ട്രക്ചറൈസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അതിനുശേഷം ഞങ്ങൾ പോയത് കൂത്തമ്പലം കാണാനായിട്ടാണ്. അപ്പോൾ കൂത്തമ്പലം എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ മാതൃകയിൽ ചെയ്തിരിക്കുന്ന കൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അമ്പലത്തെ അല്ലെങ്കിൽ ഇടത്തെയാണ് നമ്മൾ കൂത്തമ്പലം എന്ന് പറയുന്നത്. കറക്റ്റ് ഒരു അമ്പലത്തിൻ്റെ സ്ട്രക്ചറിലാണ് ഇത് വന്ന് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ പെർഫോമൻസസ് വരുന്നത് അരങ്ങേറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസോ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഇവിടെ പെർഫോമൻസ് ഉള്ളത്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കലാകാരന്മാർക്കൊക്കെ വേദി ഒരുക്കിയിട്ടുള്ളൊരു സ്ഥലമാണ്. റീസെൻ്റ്ലി നമ്മളുടെ RLV രാമകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിച്ചത് ഇവിടെയാണ്. ഒട്ടും തന്നെ പ്ലാൻ ചെയ്യാത്തൊരു വിസിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് പൂർണ്ണമായിട്ട് കാണാനോ അല്ലെങ്കിൽ അവിടെയുള്ള അവരോട് അതിനെക്കുറിച്ച് ചോദിക്കാനോ ഒന്നും തന്നെ ഒരു അവസരം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഒരു വർക്കിംഗ് ഡേ നോക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ക്ലാസ് റൂംസ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയായിരുന്നു. അപ്പോൾ എനിക്ക് പെർഫോമൻസ് തുടങ്ങാനുള്ള ടൈം ആയതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ആ പെർഫോമൻസ് അറ്റൻഡ് ചെയ്തു. അവിടെ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഫോറിനേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ യാത്ര വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കലാമണ്ഡലം കാണാൻ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കാതെ പോകേണ്ട ഒരു സ്ഥലം തന്നെ. ക്ലൈമറ്റ് കൂടി നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു യാത്രയുടെ അവസാനിക്കുകയാണ്. സോ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.